ടീസർ കണ്ടപ്പോൾ നല്ല എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയെങ്കിലും എന്നാൽ ട്രെയിലർ വന്നപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ട് കുറഞ്ഞൊരു സിനിമയായിരുന്നു നാട്ടിക്കർ. അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു ആക്ടറിൻ്റെ ആക്ടിങ് ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ഇതിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, ആ വക സംഭവങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ചില സീൻസ് കാണുമ്പോഴത്തേക്കും അതെല്ലാം കൊള്ളാമായിരുന്നു എന്നൊക്കെ തോന്നിയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ചില സീൻസിൽ വന്നിട്ടുള്ള ലൈറ്റിംഗ് സംഭവങ്ങൾ അതും നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ കേട്ട് ഈ സിനിമയിൽ ചിരിക്കാനുണ്ട്. ആ ഭാഗങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ സിനിമയെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തോന്നി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഇൻട്രൊഡക്ഷനിൽ തുടങ്ങുമ്പോഴത്തേക്കും കുഴപ്പമില്ല എന്നൊരു സെറ്റപ്പിലൊക്കെയാണ് പോകുന്നത്. ഈ സിനിമ ഇൻ്റർവെല്ലിലേക്ക് എത്തിയപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ കിട്ടുള്ളൂ എന്നുള്ളൊരു പോലത്തെ ഒരു ഫീല്. അപ്പോഴും ഈ പറഞ്ഞ പോലെ കുഴപ്പമില്ല എന്നൊരു രീതിയിലോട്ടാണ് പോകുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ സിനിമയ്ക്ക് വലിയൊരു ഹൈ പോയിൻ്റോ അല്ലെങ്കിൽ ഈ ഇൻ്റർവെല്ലിൽ നിന്ന് വലിയൊരു റൈസും കാര്യങ്ങളൊന്നും വരുന്ന പോലെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ പ്ലെയിനായി പോകുന്നൊരു അവസ്ഥയാണ് ഈ സിനിമയ്ക്ക് വരുന്നത്. ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ചില പോർഷനിൽ ചിരിക്കാം എന്നല്ലാണ്ട് വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഇതൊരുമാതിരി ഒരു സ്റ്റോറി വന്ന് നരേറ്റ് ചെയ്യാതിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇപ്പോൾ ഒരിടത്ത് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ കേൾക്കും നമുക്ക് തോന്നും ബാക്കി പോരട്ടെ എന്ന് പറയും. പക്ഷേ ഒന്നും പോരുന്നില്ല. അതാണ് ഈ സിനിമയുടെ പ്രശ്നം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ഫീലാണ്. ഇതിൻ്റെ ആ ഒരു ഐഡിയ ഒക്കെ രസമുണ്ട്. ഒരു ആക്ടറിനെ ബേസ് ചെയ്തിട്ട് അയാളുടെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ആ ഒരു ഐഡിയ സംഭവങ്ങളൊക്കെ രസമുണ്ട്. പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കറക്റ്റ് ഒരു ഫീലിൽ വരുന്നില്ല. അതാണ് പ്രശ്നം. ആൻഡ് ഈ പറഞ്ഞ പോലെ സ്ക്രീൻ പ്ലേ ഭയങ്കര ഡള്ളായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിലൊരു ബിലോ ആവറേജ് അനുഭവമാണ് നടികർ എന്ന സിനിമ എനിക്ക് നൽകിയത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.